ഇതൊക്കെ കാണുമ്പോൾ വലിയ സംശയങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർ ചെയ്തത്, പിന്നെ കട്ടളപ്പടിയിലെ സ്വർണം കൊണ്ടുപോയത്, ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ഗൂഢാലോചന കൂടി വരുമ്പോൾ ഈ കൃത്യം ആര് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അത് ചെയ്യിക്കുന്നതിന് അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന, അതും കൂടെ അന്വേഷണ വിധേയമാകുമ്പോൾ നിലവിലെ ദേവസ്വം ബോർഡ് അധികാരത്തിൽ തുടരുന്നത് ശരിയാണോ? അപ്പോഴെങ്ങനെ നീതിപൂർവമായിട്ടുള്ളൊരു അന്വേഷണം നടക്കും? പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ അവിടെ തന്നെ ഇരിക്കുക, ദേവസ്വം കമ്മീഷണറൊക്കെ അധികാര സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്രത്തോളം ഫലപ്രദമായിട്ട് അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പറ്റും? സംഗതി ശരിയായിട്ട് നീങ്ങുമോ? മുന്നോട്ട് പോകുമോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? വാസ്തവത്തിൽ സർക്കാർ ഈ ഭരണസമിതിയെ മാറ്റി നിർത്തണം. ഒന്നുകിൽ അവർ രാജിവെച്ച് മാറിപ്പോകണം, പകരം ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ വേണം ഈ അന്വേഷണം നടത്തേണ്ടത്. ഒരുപക്ഷെ നാളെ ഹൈക്കോടതിക്ക് തന്നെ അത് ചൂണ്ടിക്കാട്ടേണ്ടി വന്നേക്കാം. കാരണം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആ സംഘം ഈ അന്വേഷണങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ ആ ഭരണസമിതിയെ മാറ്റി നിർത്തുന്നതാണ്, ഒരു പകരം സംവിധാനം കൊണ്ടുവരുന്നതാണ് സർക്കാരിന് നല്ലത്.